ട്രിവാൻഡ്രത്ത് പുതുതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള കേക്ക് ഫാക്ടറിയെ പറ്റിയുള്ള വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. 100-ൽ അധികം വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി തരുന്ന ഈ ഒരു ഷോപ്പിനെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കുറച്ച് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നേഴ്സ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രിവാൻഡ്രത്ത് ന്യൂ ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഫാക്ടറിയെ പറ്റിയാണ് ഇന്നത്തെ റിവ്യൂ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ട്രിവാൻഡ്രത്ത് ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേക്ക് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, ഡേറ്റ എൻട്രിയും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കളർഫുള്ളായിട്ടും തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഈ കേക്ക് ഫാക്ടറിയുടെ ഉൾവശമുള്ളത്. ഈ കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുമാണ്. അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസും കൂടെ ഉള്ള ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പും കൂടെയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ അത് ഇവിടെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഒരു ആർട്ട് വർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതാ എല്ലാ ഐറ്റംസും ഉണ്ട്, നമ്മുടെ ബേക്കറി ഐറ്റംസുകളും അതോടൊപ്പം തന്നെ നമുക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസുകളും എല്ലാം ഉണ്ട്. ക്രാക്കിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഐറ്റംസുകളെല്ലാം ഉണ്ട്. സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഒരു സൈഡിൽ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിച്ചർ ഐറ്റംസ്, ചിപ്സ് ഐറ്റംസ്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസുകൾ തന്നെയാണ് ഇവിടെ സെയിലാക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്നാണെങ്കിൽ മാക്സിമം ഇവിടെ നിന്ന് സെയിലിംഗ് ഒന്നും നടക്കുന്നില്ല. വെളിയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സുകൾ ഇവിടെ സെയിൽ കൂടുതലായിട്ട് നടക്കാറില്ല. അപ്പോൾ നമുക്കിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കട്ട്ലറ്റ്, അതുപോലെ തന്നെ മീറ്റ് റോള്, പപ്സ് ഐറ്റംസ്, കേക്ക് ഐറ്റംസുകൾ, പാക്ഡ് ഐറ്റംസുകൾ, അതുകൂടാതെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്ക് ഐറ്റംസുകളും ഹൽവ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ജെറി ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് കപ്പലണ്ടി, അതുകൂടാതെ തന്നെ ഇതാ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, സ്നാക്സ് ഐറ്റംസുകൾ, നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 100-ൽ അധികം ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്ക് ഐറ്റംസുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ലൈവായിട്ട് തന്നെ വളരെയധികം ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാനും ഉള്ള അവസരം കൂടി ഉണ്ട്. ഫ്രീസറും കൂടെ വെച്ചിട്ടുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അതുകൂടാതെ തന്നെ ബ്ലൂബെറി, ചോക്ലേറ്റ് ട്രഫിൾ, ചോക്ലേറ്റ് റാഞ്ചോ, ബട്ടർ സ്കോച്ച് വിത്ത് കാരാമൽ, ഓറഞ്ച് ഡിലൈറ്റ്, സ്ട്രോബെറി, എല്ലാ ഫ്ലേവേഴ്സിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്ക് ഐറ്റംസുകളും ഉള്ള ഒരു കേക്ക് ഫാക്ടറി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഈ കേക്ക് ഫാക്ടറി എന്നതിലുപരി ഇത് ഒരു ബേക്കറി കൂടെയാണ്. അതായത് ബേക്കറി ഐറ്റംസുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്ക് ഐറ്റംസുകളും നമുക്ക് ലൈവായിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ അവർ റെഡിയാക്കി തരികയും ചെയ്യുന്നു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് മിക്കു റോക്ക് നേഴ്സ് വ്ളോഗ് എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഈ വീഡിയോയ്ക്ക് താഴെക്കാണ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം കുറച്ച് ഗ്രൂപ്പിലോട്ടും ഒന്ന് ഷെയർ ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരിക. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ട്രിവാൻഡ്രത്തുള്ള കേക്ക് ഫാക്ടറിയെ പറ്റിയാണ്. കേക്ക് ഫാക്ടറി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോവളത്തോട്ട് പോകുന്ന വഴിക്ക് കുമരിച്ചന്ത ഉണ്ട്. ആ കുമരിച്ചന്തയുടെ അടുത്താണ്, അതായത് കറക്റ്റ് NHൻ്റെ സൈഡിലായിട്ടാണ് ഈ കേക്ക് ഫാക്ടറി എന്ന് പറയുന്ന പുതിയൊരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പുതിയൊരു ഷോപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്കിതാ ഈ ഒരു ഫ്രീസറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെയധികം കളർഫുള്ളായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രത്തോളം നല്ല നീറ്റായിട്ട് നമുക്ക് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ ബേക്കറിയുടെ അകത്ത് തന്നെയാണ് ഒരു സ്പെഷ്യൽ ക്യാബിൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, നമുക്ക് കറക്റ്റായിട്ട് ലൈവായിട്ട് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേര് കേക്ക് ഫാക്ടറി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് കടക്കുകയാണ് ഫ്രണ്ട്സ്. ഇതാണ് കേക്ക് ഫാക്ടറിയുടെ ഓണർ. പേരെങ്ങനെ? എൻ്റെ പേര് പ്രദീപാണ്.
പ്രദീപ്. പിന്നെ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ പാർട്ണർഷിപ്പാണ്. ഓക്കെ, രണ്ടുപേരുണ്ടല്ലേ പാർട്ണർഷിപ്പ്. പ്രദീപും അഷ്റഫിൻ്റെയും ഒരു ഷോപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മളിന്ന് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വെറൈറ്റി ആയിട്ടുള്ള 100-ലധികം വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളും ഉണ്ട്. അപ്പോൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ മാക്സിമം ഒന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് ചോദിക്കാം. അപ്പോൾ പ്രദീപ്, ഇവിടുത്തെ ഈ ഒരു കേക്ക് ഫാക്ടറി എത്ര കാലമായി ഉദ്ഘാടനമായിട്ട്? ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച 21-ാം തീയതി തിങ്കളാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. ലാസ്റ്റ് 21, അതായത് ഡിസംബർ മാസം, ഡിസംബർ 21 ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഒരു കേക്ക് ഫാക്ടറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കേക്ക് ഓർഡർ തന്നാലും ഒരു 15 മിനിറ്റിനകത്ത് ചെയ്തു കൊടുക്കും. എല്ലാ വെറൈറ്റി കേക്കും ഇവിടെ ചെയ്ത് വെക്കുന്നതുമാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കേക്ക് ഫാക്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രത്യേകം കേക്ക് ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാബിനുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ലൈവായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കുന്നതും കൂടെ നമുക്ക് ഇതോടൊപ്പം കാണാം. അപ്പോൾ അത്രത്തോളം ഫ്രഷ് ആയിട്ട് കേക്ക് കിട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടുത്തെ ഓഫറും, അപ്പോൾ കേക്ക് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത്? ഞങ്ങൾ കേക്കിൻ്റെ കൂടെ ക്യാൻഡിലും ക്യാപ്പും കൊടുക്കുന്നതാണ്. പിന്നെ 1500 മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സമ്മാനമുണ്ട്. ഓക്കെ, 1500-ലധികം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇയർ പ്രമാണിച്ച്, അതുകൂടാതെ തന്നെ ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞപ്പോൾ ക്രിസ്മസും പ്രമാണിച്ച് ഒരു ചെറിയൊരു സമ്മാനം കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ലൈവായിട്ടുള്ള കേക്കും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ സ്വന്തമായി പ്രൊഡക്റ്റ് ചെയ്തിട്ടാണ്. പുറകിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് പ്രൊഡക്ഷൻ ഏരിയ ഉണ്ട് കേക്ക്. ബാക്കി സ്നാക്സ് ഐറ്റംസുകളെല്ലാം അവിടെയാണ് സംഭവം പ്രൊഡക്ഷൻ ഏരിയ ഉള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈവായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ട്രിവാൻഡ്രത്ത് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ എല്ലാ റിവ്യൂസും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള വേറെ ഐറ്റംസുകൾ എന്തൊക്കെയാണ്? റെഡ് വെൽവെറ്റ് കേക്ക് പ്രീമിയമാണ് നമ്മൾ ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് ഉണ്ട്, പ്രീമിയം ചോദിക്കുന്നവർക്ക് പ്രീമിയം ഉണ്ട്. അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ തന്നെ പലതരം ഉണ്ട്. പ്രീമിയം ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, നോർമൽ ഉണ്ട്. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൽ തന്നെ അത്രയും ഐറ്റം ഉണ്ട്. പിന്നെ ഒരുപാട് ഐറ്റം കേക്കുകൾ ഞങ്ങളുടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കേക്ക് ഐറ്റംസുകൾ അവിടെ ഫ്രീസർ നിറച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു പ്രദീപിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ തിരക്കാണ്. 2 മക്കൾ ഇരിപ്പുണ്ട്. മോനെ പേര് പറ. ആദില. അദീൻ. എന്ത് കഴിക്കാൻ വന്ന? കേക്ക് വാങ്ങിക്കാൻ വന്നതാ. മോളെ പേര് പറ. ആയിഷ. എന്ത് വാങ്ങിക്കാൻ വന്ന? കേക്ക് വാങ്ങിക്കാൻ വന്ന. അങ്കിൾ എന്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നത്? ഞാനിവിടെ എല്ലാ സാധനങ്ങളും വാങ്ങും. കേക്ക് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വന്ന് വാങ്ങാറുണ്ട്. ഇവിടുത്തെ അവരുമായിട്ടുള്ള സമീപനം, മുതലാളിയുടെ സമീപനം, ആൾക്കാരുമായിട്ടുള്ള സമീപനം മറ്റെല്ലാം നല്ല രീതിയിലാണ്. അപ്പോൾ ഈ കൈരളി ഇത് പേര് കേട്ടാൽ തന്നെ എല്ലാവരും അറിയുന്ന ഒരു സ്ഥാപനമാണ്. തുടങ്ങിയിട്ട് കുറച്ച് കാലമെങ്കിലും ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ 21-നാണ്. ഏത് ഐറ്റംസ് നമ്മൾ ഓർഡർ കൊടുത്താലും അവർ നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കുകയും കറക്റ്റായിട്ട് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. ഓക്കെ. കൈരളി എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പേരാണ്. കൈരളി കേക്ക് ഫാക്ടറി എന്നാണ് ഇതിന്റെ പുതിയ നെയിം അല്ലേ? നേരത്തെ ഇത് തുടങ്ങിയത് കൈരളി എന്നാണ്. കൈരളി എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവനും തിരുവനന്തപുരം ജില്ല മുഴുവനും ഈ കടയെ കുറിച്ച് അറിയുന്നതാണ്. അമ്മച്ചി, ഈ കട ഇതിനു മുമ്പ് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? 2 ദിവസം മുമ്പ്. എന്ത് കേക്ക് വാങ്ങിച്ചത്? അലുവ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലോ, ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? കേക്ക് ഒന്നും വാങ്ങിച്ചില്ലേ ക്രിസ്മസിന്റെ അന്ന്? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. പേരെങ്ങനെ ബ്രോ? എബിന. ഇവിടെ നിന്ന് കേക്ക് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്ന? പേടിക്കാനല്ലേ വന്നത്? ചുമ്മാ വന്നതാ? ആണോ? ഓ, അമ്മയുടെ കൂടെയാണ് വന്നതല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് അമ്മ. അമ്മ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന? ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഷോപ്പിനെ പറ്റി ആദ്യമായിട്ടാണ് അറിയുന്നത്? ശരി ശരി. അപ്പോൾ അമ്മയുടെ പർച്ചേസിങ് നടക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ, അതായത് വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ കേക്ക് ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ കേക്ക് ഐറ്റംസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ഷെഫിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ
ഈ ഒരു കടയുടെ പേര് മറക്കേണ്ട, കൈരളിയുടെ കേക്ക് ഫാക്ടറി. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കുമരിച്ചന്തയുടെ അടുത്താണ്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാം കുമരിച്ചന്ത എവിടെ എന്നുള്ളത്. കോവളത്തോട്ട് പോകുന്ന NH-ന്റെ സൈഡിലാണ് ഈ കുമരിച്ചന്ത ഉള്ളത്. കുമരിച്ചന്തയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ക്യാബിൻ, കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ക്യാബിൻ. ഷെഫ് തിരക്കാണോ? ഷെഫ് തിരക്കിലാണ്, ക്രീം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതോ നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയേ. നമുക്ക് ഈ ഒരു കേക്ക് ഇത്രയും ലൈവായിട്ടും അത് ഇത്രയും ഫ്രഷായിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം കളർഫുള്ളായിട്ട് തന്നെയാണ് ഇവിടുത്തെ ക്യാബിനും അതോടൊപ്പം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ആൽമോണ്ട് കേക്കാണ്. അതിനുശേഷം വരും എപ്പിസോഡുകളിൽ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ വിപ്പിംഗ് ക്രീമാണ്. ഇതാണ് നോക്കി, വലിയൊരു ചെമ്പ് നിറച്ച് തന്നെ ഉണ്ട്. അതിനുശേഷം ട്രഫിളാണ് കണ്ടത്. നമ്മളിപ്പോൾ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സ്പഞ്ചിൻ്റെ പുറത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം, അതിന് മുകളിൽ ട്രഫിൾ വെച്ചിട്ടുണ്ട്, ട്രഫിൾ ലേബൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ആൽമോണ്ട് നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാ ഓരോന്നായിട്ടും അതിൻ്റെ പുറത്ത് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ പുറത്തായിട്ട് നെക്സ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രഫിൾ പ്ലസ് ക്രീമാണ്. ചോക്ലേറ്റിലുള്ളതുകൊണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ വൈറ്റ് കളറും ഉണ്ട്, അതുകൂടാതെ തന്നെ ഡാർക്ക് കളറിലെ ട്രഫിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ട്രഫിളാണ്. അപ്പോൾ സ്പോഞ്ച്, വിപ്പിംഗ് ക്രീം, ആൽമോണ്ട്, അതിനുശേഷമാണെങ്കിൽ നമ്മൾ 2-3 ലെയർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത മേക്കിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തന്നെയാണ് ഈ നമ്മുടെ ഷെഫ് ഖലീൽ ബ്രോ എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ പ്രിപ്പറേഷന് വേണ്ടി. ഇതാ വളരെ സ്പീഡിൽ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ആ ലെയറിൻ്റെ പുറത്ത് ഈ ക്രീം, വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച്, വിപ്പിംഗ് ക്രീമിന് വേറൊരു പേര് പറയുന്നത് ഫ്രഷ് ക്രീം എന്നും പറയാറുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതാ നല്ല രീതിയിൽ തന്നെ സൈഡിലും മുകളിലും എല്ലാം തേച്ച് നല്ല രീതിയിൽ തന്നെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇതാ എന്ത് രസമെന്ന് നോക്കി, എന്ത് സ്പീഡിലാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഫാക്ടറി എന്ന് പറയുന്നത് കേക്ക് ഫാക്ടറിയുമാണ്, അതോടൊപ്പം തന്നെ ഒരു ബേക്കറിയുമാണ്. എല്ലാതരം ബേക്കറി ഐറ്റംസുകളും, എല്ലാതരം ഫാസ്റ്റ് ഫുഡ്, എല്ലാതരം ജങ്ക് ഫുഡിനും നമുക്കിവിടെ വേണമെങ്കിൽ സമീപിക്കാം. അപ്പോൾ കേക്കിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകളെല്ലാം എന്താ നിങ്ങളുടെ കൺമുന്നിൽ പുള്ളിക്കാരൻ നല്ല സ്പീഡിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെയാണ് മിക്ക ഈ ഒരു സ്നാക്സ് ഐറ്റംസുകൾ, അതായത് പപ്സ് ആയിക്കോട്ടെ, മീറ്റ് റോൾ ആയിക്കോട്ടെ, എന്ത് തരം കേക്കുകളായിക്കോട്ടെ എല്ലാം നമ്മുടെ കൺമുന്നിൽ തന്നെ ഫ്രഷായിട്ട് തന്നെ ഓവണിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈവായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാനും കഴിക്കാനുമുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ട്രഫിൾ, ചോക്ലേറ്റ് ട്രഫിളാണ് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കോട്ടിങ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ് ആൽമോണ്ട് കേക്ക് എന്ന് പറയുന്നത്. ആൽമോണ്ട് കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് സ്പോഞ്ച്, ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഹണി, ആൽമോണ്ട്, മിൽക്ക്, ട്രഫിൾ, വിപ്പിംഗ് ക്രീം, ഗാർണിഷ്. ഇനി അടുത്ത ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചൊന്ന് ഡെക്കറേഷൻ പണിയും കൂടെ ഉണ്ട്. സൈഡിൽ കൂടെ കുറച്ചും കൂടെ ഒന്ന് വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ കളർഫുള്ളായിട്ട് തന്നെ ലേബനം ചെയ്യുന്നുണ്ട്. കളർഫുള്ളായിട്ട് തന്നെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നല്ല ഒരു ടേസ്റ്റി ആയിരിക്കും. ലാസ്റ്റത്തെ ഡെക്കറേഷൻ പണിയാണ് നടക്കുന്നത്. ഗാർണിഷാണ് നമ്മൾ ചോക്ലേറ്റ് ഗാർണിഷാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗാർണിഷാണ്, സ്പെഷ്യലി മെയ്ഡ് ഫ്രം അവർ കേക്ക് ഫാക്ടറി ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ അഡ്രസ്സ് മറക്കണ്ട. കറക്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് കോവളത്തോട്ട് പോകുന്ന റൂട്ടിൽ കുമരിച്ചന്ത എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ ഈ ഒരു കുമരിച്ചന്തയുടെ അടുത്തായിട്ട് തന്നെയാണ്, NH-ൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഗാർണിഷ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആൽമോണ്ട് നൈസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വൈറ്റ് ആൽമോണ്ട് കേക്ക്.